മുൻപ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഫെബ്രുവരി മാസത്തിൽ യൂനസ് സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഷേഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 1-ാം തീയതി ഫെബ്രുവരി 1 മുതൽ 5-ാം തീയതി വരെ എല്ലായിടത്തും പ്രചരണം നടത്താനും ഫെബ്രുവരി 18-ന് ബംഗ്ലാദേശിൽ ബന്ദ് നടത്തുവാനും ആഹ്വാനം നൽകിയിരുന്നു. ഇതിനെ തടയാൻ ശ്രമിച്ചാൽ അത് കലാപമായി മാറുമെന്ന് അന്ന് അവാമി ലീഗിൻ്റെ നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ ഷേഖ് ഹസീന ഒരു ഓൺലൈൻ പ്രസംഗം അവാമി ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ഛത്ര ലീഗ്, അവാമി ലീഗ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിരോധിച്ചിരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഛത്ര ലീഗിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു ഷേഖ് ഹസീന പറഞ്ഞത് ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പിന് ആഹ്വാനം നൽകിക്കൊണ്ടുള്ള പ്രസംഗമായിരുന്നു. ഈ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് ഷേഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്ന ഷേഖ് മുജീബ് റഹ്മാൻ്റെ സ്മാരകവും വസതിയും ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടി തീയിടുകയും നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. 1971-ൽ നടന്ന യുദ്ധത്തിൽ പോലും പാകിസ്ഥാൻ ഈ വീട് കൊള്ളയടിക്കുക മാത്രമാണ് ചെയ്തത്, കത്തിക്കുകയോ ഇല്ലെങ്കിൽ തകർക്കുകയോ ചെയ്തിരുന്നില്ലെങ്കിൽ ഇപ്പോൾ മുജീബ് റഹ്മാൻ്റെ സ്മാരകവും വസതിയും എല്ലാം കത്തിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ചെറുത്തുനിൽപ്പുമായി അവാമി ലീഗും കൂടി രംഗത്തിറങ്ങിയതോടുകൂടി ബംഗ്ലാദേശ് ആഭ്യന്തര കലാപത്തിലേക്ക് മാറുമോ എന്നുള്ളൊരു വലിയ ആശങ്ക നിലനിൽക്കുന്നു. ഇതിനിടയിൽ പട്ടാളം അവിടെ എത്തിയെങ്കിൽ പോലും പട്ടാളത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അവർ മടങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ബംഗ്ലാദേശിൽ കാത്തിരുന്നത് പോലെ തന്നെ, ബംഗ്ലാദേശിൽ ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ആഭ്യന്തര കലാപത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുകയാണ് എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ ജനിപ്പിച്ചിരിക്കുന്നത്. ഷേഖ് ഹസീനയുടെ പാർട്ടി ശക്തപ്പെടുത്തിക്കൊണ്ട്, ഇല്ലെങ്കിൽ ഷേഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗിനോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് വലിയ പ്രക്ഷോഭ പരിപാടികളാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 18-നാണ് ബന്ദ്. ഏതായാലും അതിനോടനുബന്ധിച്ച് ഈ കലാപം മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഷേഖ് ഹസീനയെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഇന്ത്യയിലാണ്. അവർക്ക് അനുകൂലമായി ചില ലോക രാജ്യങ്ങൾ കൂടി അണിനിരക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷേഖ് ഹസീന ഇപ്പോൾ അവാമി ലീഗിന് നേതൃത്വം നൽകിക്കൊണ്ട് ബംഗ്ലാദേശിലെ പുതിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതായാലും വലിയ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.